ഹലോ എവ്രി വൺ, PSC എഡ്യൂക്കേറ്റേഴ്സ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. PSC എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാന പഠനമാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ആർക്കും ഈ വീഡിയോസ് കാണാം, കേൾക്കാം, പഠിക്കാം. ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കലയും സാംസ്കാരികവും എന്നതാണ്. GK പാട്ടിലും മലയാളം പാട്ടിലും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വലിയ ടോപ്പിക്കിലെ അക്കാഡമികൾ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക് ഇന്നത്തെ വീഡിയോയിലൂടെ കവർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി വിവിധ അക്കാഡമികൾ ഇന്ന് നിലവിലുണ്ട്. അവയിൽ ഭൂരിഭാഗവും നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ അക്കാഡമികൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് കേരള കലാമണ്ഡലം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. സ്ഥാപിച്ചതാരാ? വള്ളത്തോൾ നാരായണ മേനോൻ, മണക്കുളം മുകുന്ദരാജയുടെ പങ്കാളിത്തത്തിൽ. ഇവിടെ? തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിൽ വള്ളത്തോൾ നഗർ. സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ, മണക്കുളം മുകുന്ദരാജയുടെ പങ്കാളിത്തത്തിൽ, തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിൽ വള്ളത്തോൾ നഗർ. നമുക്ക് കുറേ വർഷങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. 1927, 1930 3 വർഷത്തെ വ്യത്യാസം. ഇനിയും 2007, 2010, 2013 വീണ്ടും 3 വർഷത്തെ ഗ്യാപ്പിൽ. ഓക്കെ. ഒന്നാമത് ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത വർഷമാണ് 1927. എന്നാൽ ഔദ്യോഗികമായി കേരള കലാമണ്ഡലം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്തത് 1930 നവംബർ 9-നാണ്. 1930 നവംബർ 9-ന്. കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് 2007. കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചതെന്ന 2007. UGCയുടെ A കാറ്റഗറി പദവി ലഭിച്ചത് 2010. UGCയുടെ A കാറ്റഗറി പദവി ലഭിച്ചത് 2010. കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1955. ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1955. കേരള കലാമണ്ഡലത്തിലെ നിലവിലെ വൈസ് ചാൻസലർ TK നാരായണൻ. നിലവിലെ വൈസ് ചാൻസലർ TK നാരായണൻ. കേരള കലാമണ്ഡലം നൽകുന്ന MKK നായർ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ജയറാമാണ് 2013. MKK നായർ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാ? ജയറാം, 2013. വർഷങ്ങൾ ഓർക്കുന്നുണ്ടോ? 2007 കൽപ്പിത സർവകലാശാല പദവി, 2010 UGCയുടെ A കാറ്റഗറി പദവി, MKK നായർ പുരസ്കാരം ജയറാം നേടിയത് 2013. 27 ചാരിറ്റബിൾ സൊസൈറ്റി, 30 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. കിട്ടിയല്ലോ. അടുത്ത ടോപ്പിക് കേരള സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായത് തൃശ്ശൂരിൽ 1956 ഒക്ടോബർ 15-ന്. 1956 ഒക്ടോബർ 15-ന്. ഉദ്ഘാടനം ചെയ്തതാരാ? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ സാഹിത്യ ചക്രവാളം, സാഹിത്യലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. ഓർത്തിരിക്കാവല്ലോ. സാഹിത്യ അക്കാദമി, സാഹിത്യ ചക്രവാളം, സാഹിത്യലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. ആദ്യ പ്രസിഡന്റ് ആരാ? സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കർ. നിലവിലെ പ്രസിഡന്റോ? വൈശാഖൻ. നിലവിലെ പ്രസിഡന്റ് ആരാ? വൈശാഖൻ. സ്ഥാപിതമായത് 56 ഒക്ടോബർ 15-ന്. ഉദ്ഘാടനം ചെയ്തതോ? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ.
ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കർ. നിലവിലെ പ്രസിഡന്റ് വൈശാഖൻ. കിട്ടിയല്ലോ. അടുത്തത് കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് 1958 ഏപ്രിൽ 26 തൃശ്ശൂരിലെ ചെമ്പുകാവിൽ. 1958 ഏപ്രിൽ 26 തൃശ്ശൂരിലെ ചെമ്പുകാവിൽ. ഉദ്ഘാടനം ചെയ്തതാരാ? ജവഹർലാൽ നെഹ്റു. ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു. മുമ്പ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു. തെറ്റിപ്പോകരുതേ. സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണം കേളി. സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണം കേളി. സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ മങ്കുത്തമ്പുരാൻ. ആദ്യ ചെയർമാൻ മങ്കുത്തമ്പുരാൻ. നിലവിലെ ചെയർമാനോ? PSC ലളിത. PSC ലളിത നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാനാണ് PSC ലളിത. ഓർത്തു വെക്കണേ. നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. കേരള ലളിതകലാ അക്കാദമി. കേരള ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് 1962 തൃശ്ശൂരിലെ ചെമ്പുകാവിൽ. ആദ്യ ചെയർമാൻ ആരാ? M. രാമവർമ്മ രാജ. M. രാമവർമ്മ രാജ. നിലവിലെ ചെയർമാനോ? നേമം പുഷ്പരാജ്. നിലവിലെ ചെയർമാൻ നേമം പുഷ്പരാജ്. പഠിച്ച വർഷങ്ങളെല്ലാം ഓർക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് പഠിച്ചത് 1927. എന്തായിരുന്നു? കേരള കലാമണ്ഡലം ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 1930 ഔദ്യോഗികമായി കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഓക്കെ. 2007 കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചു. 2010 UGCയുടെ A കാറ്റഗറി പദവി ലഭിച്ചു. 2013 കേരള കലാമണ്ഡലം നൽകുന്ന MKK നായർ പുരസ്കാരം ആദ്യമായി ജയറാം ഏറ്റുവാങ്ങി. ഇനി 1956 സാഹിത്യ അക്കാദമി, 58 സംഗീത നാടക അക്കാദമി, 62 കേരള ലളിതകലാ അക്കാദമി. ഓർത്തു വെക്കണേ. വർഷങ്ങളെല്ലാം കിട്ടിയല്ലോ. അടുത്ത ടോപ്പിക് കേരള ഫോക്ലോർ അക്കാദമി. സ്ഥാപിതമായത് 1995 ജൂൺ 28 കണ്ണൂരിലെ ചിറക്കലിൽ. സ്ഥലം ശ്രദ്ധിച്ചോണേ. ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത് കണ്ണൂരിലെ ചിറക്കലിൽ 1995 ജൂൺ 28. ഇത്രയുമാണ് പ്രധാനപ്പെട്ട അക്കാദമികൾ. അവയിൽ ഫോക്ലോർ അക്കാദമി മാത്രമാണ് കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്നത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം പൊലി. ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി. നമ്മൾ ഇതിനു മുന്നൊരു പ്രസിദ്ധീകരണം പഠിച്ചു. ഏതായിരുന്നു? കേളി. കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളത് അതാണ്. കേളിയുടെ പ്രസിദ്ധീകരണം ഏതിൻ്റെ ആയിരുന്നു? കേരള സംഗീത നാടക അക്കാദമിയുടെ. സാഹിത്യ അക്കാദമി തെറ്റിപ്പോകത്തില്ലല്ലോ. സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. ഓക്കെ. ഫോക്ലോർ എന്ന വാക്കിലെ ലോർ എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ്. ഫോക്ലോർ എന്ന വാക്കിലെ ലോർ എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ്. ആദ്യത്തെ ചെയർമാൻ ആരാ? ജി ഭാർഗവൻ പിള്ള. ജി ഭാർഗവൻ പിള്ള. നിലവിലെ ചെയർമാനോ? പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്. കറണ്ട് അഫയർ ചോദ്യമാണേ, നോട്ട് ചെയ്ത് പഠിച്ചോണേ. കേരള ഫോക്ലോർ അക്കാദമി നൽകുന്ന പുരസ്കാരം PK കാളൻ പുരസ്കാരം. പുരസ്കാരം ഏതാ? PK കാളൻ പുരസ്കാരം. PK കാളൻ കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് കേട്ടോ. ഓക്കെ, ഓർത്തു വെക്കണേ. സ്ഥാപിതമായതെന്ന 1995 ജൂൺ 28 കണ്ണൂരിലെ ചിറക്കലിൽ. ഓക്കെ. ആദ്യത്തെ ചെയർമാൻ ജി ഭാർഗവൻ പിള്ള. കിട്ടിയല്ലോ. അടുത്തത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1968 മാർച്ച് 11. 1968 മാർച്ച് 11. ആസ്ഥാനം, കേരളത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. അപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. നളന്ദ തിരുവനന്തപുരം.
സ്ഥാപിത ഡയറക്ടർ NV കൃഷ്ണവാര്യർ. സ്ഥാപിത ഡയറക്ടർ NV കൃഷ്ണവാര്യർ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം വിജ്ഞാന കൈരളി. പ്രസിദ്ധീകരണം എന്താ? വിജ്ഞാന കൈരളി. കിട്ടിയല്ലോ. അടുത്ത ടോപ്പിക്, സ്കൂൾ ഓഫ് ഡ്രാമ. സ്ഥാപിതമായ വർഷം 1977. എവിടെ? തൃശ്ശൂരിലെ അരണാട്ടുകര. സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിതമായത് 1977 തൃശ്ശൂരിലെ അരണാട്ടുകരയിൽ. സ്ഥാപക ഡയറക്ടറോ? G. ശങ്കരപ്പിള്ള. സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപക ഡയറക്ടറാണ് G. ശങ്കരപ്പിള്ള. അടുത്തത് ഗുരു ഗോപിനാഥ് നടനഗ്രാമം. സ്ഥാപിതമായത് സാംസ്കാരിക വകുപ്പിന് കീഴിലാണ്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ 1995. 95 ഒരെണ്ണം കൂടെ ഉണ്ട്, കേരള ഫോക്ലോർ അക്കാഡമി. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ. ഇനി ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ച കലാരൂപം കേരള നടനം. ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ച കലാരൂപം ഏതാ? കേരള നടനം. പേരിൽ തന്നെയുണ്ട്, ഗുരു ഗോപിനാഥ് നടനഗ്രാമം ആവിഷ്കരിച്ച കലാരൂപം കേരള നടനം. ഇത്രയും കിട്ടിയോ? വർഷങ്ങൾ ഓർത്തിരുന്നോണം കേട്ടോ. സ്കൂൾ ഓഫ് ഡ്രാമ 1977, ഗുരു ഗോപിനാഥ് നടനഗ്രാമം 1995. അടുത്ത ടോപ്പിക് നോക്കാം. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1981. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ചെയർമാൻ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ AK ബാലനാണ്. ഇപ്പോഴത്തെ പ്രധാന പ്രസിദ്ധീകരണം തളിർ. തളിർ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട് അല്ലേ? മുദ്രാവാക്യം വായിച്ചു വളരുക. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? വായിച്ച് വളരണം. ഓക്കെ. സ്ഥാപിതമായ വർഷം 1981. ചെയർമാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി. കിട്ടിയല്ലോ. നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപം നൽകിയത് 1962 കോഴിക്കോട്ട് ചേർന്ന ശാസ്ത്ര സാഹിത്യകാരന്മാരുടെ യോഗം. 1962 കോഴിക്കോട് ശാസ്ത്ര സാഹിത്യകാരന്മാരെല്ലാവരും കൂടി ഒരു യോഗം ചേർന്ന് ആ യോഗത്തിലാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് രൂപം നൽകിയത്. ആസ്ഥാനം അപ്പോൾ എവിടെയായിരിക്കും? കോഴിക്കോട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആപ്തവാക്യം ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന്. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന്. പ്രധാന പ്രസിദ്ധീകരണങ്ങൾ യുറീക്ക, ശാസ്ത്രകേരളം, ശാസ്ത്രഗതി. ശാസ്ത്രകേരളവും ശാസ്ത്രഗതിയും ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. ശാസ്ത്രകേരളം, ശാസ്ത്രഗതി. ഇനി സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയാണ് യുറീക്ക പരീക്ഷ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. പ്രധാന പ്രസിദ്ധീകരണങ്ങൾ യുറീക്ക, ശാസ്ത്രകേരളം, ശാസ്ത്രഗതി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ലഭിച്ച വർഷം 1996. റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ലഭിച്ച വർഷം 1996. ഇത്രയും കിട്ടിയോ നിങ്ങൾക്ക്? ഇന്നത്തെ അക്കാഡമികൾ എന്ന് പറയുന്ന ടോപ്പിക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായി കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാം. റിപ്പീറ്റ് ചെയ്ത് ഒരു തവണ കൂടി കേൾക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. ഈ ടോപ്പിക് ഒരു കാരണവശാലും വിട്ടുകളയരുത്. കാരണം ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദ്യങ്ങൾ കിട്ടിയാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഞങ്ങളോടൊപ്പം പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങളുടെ കമൻസ് ആണ് ഞങ്ങളുടെ പ്രോത്സാഹനം. അതുകൊണ്ട് പ്ലീസ് ലൈക്ക്, comment and share. This is the first step you can take for Kerala PSC. Thanks for watching. Thank you.